ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയുടെ വീടാണ്. അവര് വീട്ടുകാരെ വരെ തൊട്ട് കളിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് എന്താണെങ്കിലും അവന്തികയുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണമെന്ന് അബ്ദുൽ ഖാദർ പറയുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാനിപ്പോ എല്ലാം ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വിശ്വസിച്ചെന്ന് വരും. പക്ഷേ അവർക്കെതിരെ എൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ല. കൂടാതെ എന്നെ വിശ്വസിച്ച് അച്ഛൻ അവരെ അവിടുന്ന് ഇറക്കിവിട്ടാൽ അവരുടെ പക കൂടുകയുള്ളൂ. അവർ പിന്നെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് അർച്ചന പറയുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തുമാത്രം പേടിച്ചാണെന്നറിയാമോ? ഞാൻ എവിടെ പോയാലും അവന്തികയുടെ ആളുകൾ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതേസമയം അവന്തികയുടെ ആളുകൾ ഡോക്ടർ സന്ധ്യയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അവന്തിക ഗുണ്ടകളിൽ ഒരാളെ വിളിച്ച് എന്തായെന്ന് ചോദിക്കുമ്പോൾ അർച്ചന അകത്തുണ്ടെന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നും അവർ പറയുന്നു. നിങ്ങൾ എന്താണെങ്കിലും അകത്തേക്ക് ചെല്ല്, അവരെന്തുവാ സംസാരിക്കുന്നതെന്നൊക്കെ കേൾക്ക്. അത് പിന്നെ മേഡം, അവർ ഞങ്ങളെ കണ്ടാൽ 3 ഒരെണ്ണത്തിന് തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയാണ്. സന്ധ്യയും അബ്ദുൽ ഖാദറും കൂടി പറയുകയാണ്, എന്താണെങ്കിലും ആദ്യം ഈ കാര്യങ്ങളെല്ലാം സേതു അങ്കിളിനെ അറിയിക്ക്, എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താണെങ്കിലും എല്ലാം എല്ലാവരെയും അറിയിക്കണം. ഞങ്ങൾ എന്താണെങ്കിലും അർച്ചനയുടെ കൂടെയുണ്ടെന്നും സന്ധ്യ പറയുന്നു. അപ്പോഴാണ് അവന്തികയുടെ ഗുണ്ടകളെ അബ്ദുൽ ഖാദർ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം അടുക്കളവാതിലിലൂടെ അവന്തികയുടെ ഒരു ഗുണ്ട കയറാൻ ശ്രമിക്കുമ്പോൾ അയാളെ ഇടിച്ച് പുറത്താക്കുകയാണ് ഡോക്ടർ. അങ്ങനെ അവന്തികയുടെ ഗുണ്ടകൾക്കെല്ലാം കണക്കിന് കൊടുക്കുകയാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ. അതേസമയം കയ്യിലൊരു കത്തിയുമായി ഒരാൾ അകത്തേക്ക് കയറുന്നു. അതേസമയം അർച്ചന ഡോക്ടർ സന്ധ്യയോട് ഇന്ന് തന്നെ എല്ലാ കാര്യവും ഞാൻ അച്ഛനോട് പറയുമെന്ന് പറയുകയായിരുന്നു. അങ്ങനെ അയാൾ കത്തിയുമെടുത്ത് അർച്ചനയ്ക്ക് നേരെ ചെല്ലുമ്പോൾ പിന്നിൽ നിന്നും അയാളുടെ വാപുത്തി അയാളെ ഇടിക്കുകയാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ. അങ്ങനെ അവന്തികയുടെ എല്ലാ ഗുണ്ടകളെയും അബ്ദുൽ ഖാദർ ഇതിനോടകം തന്നെ അടിച്ചൊതുക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണെങ്കിലും ഞാനിപ്പോൾ ഇറങ്ങുകയാണെന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, ഒരു മിനിറ്റ്, ഇക്ക എവിടെ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇക്ക, ദേ അർച്ചന പോകാൻ നിൽക്കുന്നെന്ന് സന്ധ്യ പറയുമ്പോൾ ഞാൻ ദേ വരുന്നെന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് ആലോചിച്ച് ഞെട്ടി ഉണരുകയാണ് അനൂപ്. അതേസമയം അങ്ങോട്ടേക്ക് സന്ദീപ് വരികയാണ്. സന്ദീപിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മാഷും കമലയും. അന്ന് സന്ദീപ് വന്നപ്പോൾ അനൂപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് പേടിയോടെ കമല സന്ദീപിനെ നോക്കുന്നു. തുടർന്ന് കമല പുറത്തേക്ക് ഇറങ്ങാൻ നേരം കാറിന്റെ ഡോർ തുറന്ന് സേതുമാധവൻ പുറത്തേക്ക് വരികയാണ്. തുടർന്ന് സേതുമാധവൻ അകത്തേക്ക് കയറിയിരുന്ന് അനൂപിന്റെ കാര്യവിവരങ്ങളെല്ലാം ചോദിക്കുകയാണ്. അന്ന് സന്ദീപിന്റെയും അനഘയുടെ വിവാഹത്തിന് കണ്ടതാ നിങ്ങളെല്ലാവരെയും, പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടതേയില്ല, എന്തുപറ്റി? സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം ഇനി അധികം വെച്ച് നീട്ടുന്നില്ല. ഞാൻ സ്വാമിജി വന്നിട്ട് ആശ്രമത്തിലേക്ക് പോകാനിരിക്കുകയാണ്. അല്ല, ആതിരയ്ക്കും വിവാഹപ്രായമായല്ലോ, എന്താ ആലോചനയൊന്നും നോക്കുന്നില്ലേ എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ഒരെണ്ണം വന്നിട്ടുണ്ട്, ഏകദേശം ഉറപ്പിച്ച മട്ട. അങ്ങനെ സന്ദീപിന്റെയും അനഘയുടെയും കാര്യം വാദവരാതെ പറയുകയാണ് സേതുമാധവൻ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയുടെ വീടാണ്. അവന്തിക സന്ധ്യയെ കാണാനായി അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. അർച്ചനയെ സഹായിച്ചാൽ കൊല്ലുമെന്ന് പറയാൻ വന്നതാണോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അല്ല, അർച്ചന ഒരിക്കലും പ്രസവിക്കില്ലെന്നുള്ള സത്യം എല്ലാവരുടെയും അടുത്ത് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന സന്ധ്യയും അബ്ദുൽ ഖാദറും പുച്ഛത്തോടെ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിങ്ങളുടെ ഈ പുച്ഛത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ആ സത്യം ഞാൻ അറിയിക്കാൻ പോകുമ്പോൾ നെല്ലിശ്ശേരി വീട് ആകെ ഒന്ന് കുലുങ്ങുമെന്ന്. കുലുങ്ങിയില്ലെങ്കിൽ ഈ അവന്തിക കുലുക്കും. അതിനുള്ള സാമർഥ്യമൊക്കെ ഈ അവന്തികയ്ക്കുണ്ട്. നിന്റെ സാമർഥ്യമൊക്കെ ഞങ്ങൾക്കറിയാം, അത് നീ പലപ്പോഴായിട്ട് കാണിക്കാറുണ്ടല്ലോ. സന്ധ്യ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതൊന്നും ഒന്നുമല്ല, എന്റെ കത്തിമുനയിലോ അല്ലെങ്കിൽ അടിവയറ്റിലെ ഒരു ചവിട്ടുകൊണ്ടോ തീരാവുന്നതേ ഉള്ളൂ അവള്. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു മരണം പാടില്ല. അവള് തന്നെ അവിടെ നിന്ന് എന്നോട് തോൽവി പറഞ്ഞ് ഇറങ്ങിപ്പോകണം. അതിനുള്ള എന്റെ ആയുധമാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അബ്ദുൽ ഖാദർ പറയുകയാണ്, എന്റെ അവന്തികയെ സത്യമൊക്കെ അറിഞ്ഞാലേ എല്ലാവരും അർച്ചനയെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ. അവരവളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം വെറുപ്പാക്കി മാറ്റാൻ എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക പോകുമ്പോൾ അബ്ദുൽ ഖാദർ പറയുകയാണ്, അല്ല അവന്തിക അവിടെ നിന്നേ, നീ പറയും എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് നിനക്കിനി ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനു മുന്നേ നീ നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങും, ഇല്ലെങ്കിൽ പടിയിറക്കും അർച്ചന. അതിനി വർഷങ്ങളോ ദിവസങ്ങളോ ഒന്നുമില്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഒരു മാപ്പിനപ്പുറം ഒന്നും നിനക്ക് ആ വീട്ടിൽ പറയാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന അവന്തിക പരിഭ്രാന്തിയോടെ ഡോക്ടറെ നോക്കുകയാണ്. അവന്തികയ്ക്ക് കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിന്റെ ഇത്രയും നാളത്തെ കഥകളുടെ കെട്ടഴിക്കാൻ വേണ്ടിയേ അർച്ചന നെല്ലിശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ സന്ധ്യയെ നോക്കുകയാണ്. സ്വന്തം കൂടപ്പിറപ്പ് വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയാൽ പിന്നെന്താ അർച്ചന ചുമ്മാതിരിക്കുമോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക.
അവന്തിക പറഞ്ഞില്ലേ നെല്ലിശ്ശേരി കുലുങ്ങുമെന്ന്. ഇന്ന് കാണാം ആരാ കുലുക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ സന്ധ്യയും അബ്ദുൽ ഖാദറും കൂടി പറയുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. സേതുമാധവൻ ദേഷ്യത്തോടെ അനൂപിനോട് ചോദിക്കുകയാണ്, അനൂപ് എന്ത് അസംബന്ധമായി പറയുന്നത്? കള്ളമാണോ സത്യമാണോ എന്നൊക്കെ മകനോട് തന്നെ ചോദിച്ചു നോക്കാൻ അനൂപ് പറയുമ്പോൾ സേതു പറയുകയാണ്, എനിക്ക് എൻ്റെ മകനെ നന്നായി തന്നെ അറിയാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് തുറന്നു പറഞ്ഞേനെ. അല്ലാതെ ഇവിടുത്തെ പെണ്ണിന് എൻ്റെ മകനെ ഇഷ്ടമായിരുന്നെങ്കിലേ നിങ്ങൾ വേണമായിരുന്നു പറഞ്ഞു മാറ്റാൻ. ഇത് കേൾക്കുന്ന കമല ചോദിക്കുകയാണ്, അതെന്താ സേതുവേട്ടൻ അങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ മകളെ പോലെ തന്നെ നിങ്ങളുടെ മകനും കുറ്റക്കാരനാണെന്ന് കമല പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പിന്തിരിപ്പിക്കണമായിരുന്നു എന്ന് സേതുമാധവൻ പറയും. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.